റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനിലെ ജനങ്ങൾ സെലൻസ്കിക്കെതിരായി തിരിയാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഉക്രൈനിലെ നിരവധി ആർമി ജനറൽസും നിരവധി നേതാക്കളും സെലൻസ്കിക്കെതിരായും റഷ്യയ്ക്ക് അനുകൂലമായും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. സെലൻസ്കിയുടെ ഉക്രൈനിലെ രാഷ്ട്രീയ ജീവിതം തന്നെ ഏകദേശം തീരുമാനത്തിലെത്തി എന്ന് പറയാം. എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആംഡ് ഫോഴ്സ് ചീഫ് വലരി ഫെഡറോവിച്ച്, ഇദ്ദേഹം കഴിഞ്ഞ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് പുറത്തുവിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഞങ്ങൾക്ക്, അതായത് ഉക്രൈന് യാതൊരു അഡ്വാൻറ്റേജസും ഇല്ല, ഇപ്പോൾ മുഴുവനായും ഒരു സ്തംഭനാവസ്ഥയിലാണെന്ന അനൗൺസ്മെന്റ് ആണ് ഇദ്ദേഹം പുറത്തുവിട്ടത്. ഇതിന് സെലൻസ്കി പ്രതികരിച്ചിട്ടുണ്ട്. സെലൻസ്കി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഉക്രൈനും റഷ്യയും തമ്മിൽ യാതൊരു സ്തംഭനാവസ്ഥയും ഇല്ല, ഞങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ മുന്നേറിയിട്ടുണ്ട്. ആർമി ചീഫ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണ്, അല്ലാതെ അത് ഉക്രൈന്റെ അഭിപ്രായമായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞത്. പക്ഷേ ഇതിനെതിരെ നിരവധി പേർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഉക്രൈൻ ആർമിക്കുള്ളിൽ തന്നെ നിരവധി ഭിന്ന അഭിപ്രായ പ്രശ്നങ്ങളുണ്ട്. ഉക്രൈന്റെ ഫ്രണ്ട് ലൈനിൽ നടക്കുന്നത് വേറെ, ഉക്രൈന്റെ മീഡിയാസും സെലൻസ്കിയും പുറത്തു പറയുന്നത് വേറെ. ഉക്രൈന്റെ ഫ്രണ്ട് ലൈനിൽ ഉക്രൈൻ സൈനികർ നിരവധി പേർ ആക്രമിക്കപ്പെടുകയാണ്. എന്നാൽ നിരവധി പ്രശ്നങ്ങൾ അവിടെ നടന്നാലും സെലൻസ്കിയോ ഉക്രൈൻ മാധ്യമങ്ങളോ അത് പുറത്തുവിടുന്നില്ല. തെറ്റായ വാർത്തകളാണ് ഉക്രൈൻ ജനങ്ങൾക്ക് പോലും അവർ എത്തിക്കുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഉക്രൈൻ ഭരണകൂടം ഉക്രൈൻ ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കുമെന്ന് നിരവധി പേർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കി ഒരു പ്രധാന അറിയിപ്പ് പുറത്തുവിട്ടത്. മറ്റൊന്നുമല്ല, ഉക്രൈനിലെ നിരവധി സംസ്ഥാനങ്ങൾ ഉണ്ടാകും, അവിടെയും ഗവർണേഴ്സ് ഉണ്ട്. ആ ഗവർണർമാർ ആരും ആർമി ചീഫായ വലേരി ഫെഡറോവിച്ചുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും മുഴുവനായും അവസാനിപ്പിക്കണമെന്ന ഉത്തരവാണ് സെലൻസ്കി പുറത്തുവിട്ടത്. ഇപ്പോൾ സെലൻസ്കി ഇങ്ങനെ പറയുന്നതിനും മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതേ ആർമി ചീഫ് റീസെന്റ് ആയി ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇപ്പോൾ മുന്നേറി വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉക്രൈന് റഷ്യൻ ആർമിയെ പ്രതിരോധിക്കുക എന്നത് ദുഷ്കരമായിരിക്കുകയാണ്. ശരിയാണ്, പാശ്ചാത്യ രാജ്യങ്ങൾ നിരവധി ആയുധങ്ങൾ തരുന്നുണ്ട്, പക്ഷെ എല്ലാം പഴയതാണ്. ഇനി അഥവാ അഡ്വാൻസ്ഡ് ആയ ആയുധങ്ങൾ തന്നാലും അത് വളരെ കുറച്ചെണ്ണം മാത്രമേ തരുന്നുള്ളൂ. ഇത് വെച്ച് ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉക്രൈൻ ഇപ്പോൾ കുറച്ചായി പിന്നോക്കമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിന്റെ പിറ്റേ ദിവസം ഒരു വലിയ സത്യം റഷ്യൻ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. മറ്റൊന്നുമല്ല, ഈ ഉക്രൈന്റെ ആർമി ചീഫും റഷ്യയുടെ സൈനിക ജനറലും രഹസ്യ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, രണ്ട് രാജ്യങ്ങളുടെയും സൈനികർ ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ യുദ്ധം നിർത്തിവെക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സമാധാന ചർച്ച, രഹസ്യ സമാധാന ചർച്ചയാണ് നടന്നത്. ആ ഒരു ചർച്ചയിൽ ഉക്രൈനിലെ ആർമി ചീഫ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, തൽക്കാലം റഷ്യ ഓക്യുപ്പൈഡ് ഉക്രൈനിലെ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 4 റീജിയൻസ്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കില്ല. തൽക്കാലം ഈ യുദ്ധം നിർത്തിവെക്കണമെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചു. ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ മീഡിയ ഔട്ട്ലെറ്റിൽ വന്നതിന് ശേഷം നിരവധി പേർ ഇദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങി. കാരണം ഉക്രൈനിൽ റീസെന്റായി ഒരു സർവേ നടന്നിരുന്നു. ഏകദേശം സെലൻസ്കിക്ക് 80% ആദരവുണ്ടായിരുന്നു. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ ഈ റീസെന്റായി നടന്ന സർവേയിൽ അത് 60 മുതൽ 65% കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണവും ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻ റഷ്യയുടെ പക്കൽ നിന്നും അത്രത്തോളം ആക്രമണം ഏറ്റുവാങ്ങുന്നു എന്നത് തന്നെയാണ്. എന്തിനു പറയുന്നു, പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഒരു ഭാഗത്ത് അവർ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചാലും മറ്റൊരു ഭാഗത്ത് ഉക്രൈനെതിരെ ദേഷ്യത്തിലാണുള്ളത്. കാരണം ഓൾറെഡി 4 റീജിയൻസ്, ഉക്രൈന്റെ 4 റീജിയൻസ് റഷ്യ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. പിടിച്ചെടുത്ത സ്ഥലങ്ങളിലെല്ലാം മൈൻസ് കുഴിച്ചിട്ട് അവരുടെ ഡിഫെൻസീവ് ലൈൻ അവർ ശക്തമാക്കി വെച്ചിരിക്കുകയാണ്. ആ ഡിഫെൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഉക്രൈന് പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. വെറും 80 മൈൽ ദൂരം മാത്രമേ ഉക്രൈന് അകത്ത് പ്രവേശിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൂ. അതും മൈൻസ് കുറവായി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ അമേരിക്കയും ഉക്രൈനെതിരെ ദേഷ്യത്തിലാണുള്ളത്. അമേരിക്കയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഉക്രൈന് ഒരു റീജിയണെങ്കിലും മുഴുവനായി തിരിച്ചുപിടിക്കാൻ പറ്റിയേനെ. അതായത് ഒരു റീജിയൻ മാത്രം അവർ കൃത്യമായി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ഉക്രൈൻ എന്താണ് ചെയ്തത്?
പ്രോപ്പർ പ്ലാനിംഗ് ഇല്ലാതെ, കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാതെ, എന്തോ ഒരു ധൈര്യത്തിൽ അമേരിക്ക ഞങ്ങളോടൊപ്പമുണ്ട് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് വിചാരിച്ച് 4 റീജിയൻസിലും ഒരേപോലെ ഒരേ സമയത്ത് ആക്രമണം നടത്താൻ ആരംഭിച്ചു. എല്ലാ റീജിയനിലും ഒരേപോലെ ആക്രമണം നടത്താൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറ്റും, വിജയിക്കാനും പറ്റും. പക്ഷേ അത്രത്തോളം വെപ്പൺസ്, ഹാർഡ്വെയർസ്, സൈനികർ അല്ലെങ്കിൽ അതിനാവശ്യമായ എക്യുപ്മെന്റ്സ് എല്ലാം അവർക്ക് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ഒഫൻസീവ് ചെയ്ത് എല്ലാ റീജിയനിലും വിജയിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതൊന്നും ഉക്രൈന്റെ പക്കലില്ല. ഉക്രൈൻ എന്നത് ഒരു ചെറിയ രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിച്ചാണ് ഉക്രൈൻ ഇതുവരെ മുന്നോട്ട് പോയത്. ഇവിടെ അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗം മാത്രം, ഒരു റീജിയൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒരു ഭാഗത്ത് ഒഫൻസീവായി നിന്ന് മറ്റു ഭാഗങ്ങളിൽ ഡിഫെൻസീവായി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു റീജിയണെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതൊന്നും കേൾക്കാതെ അവരുടെ കൗണ്ടർ ഒഫൻസീവ്, പ്രോപ്പറായ ബാക്കപ്പ് ഇല്ലാതെ, പ്രോപ്പറായ ആയുധങ്ങളില്ലാതെ, പ്രോപ്പറായ സൈനികരില്ലാതെ ഉക്രൈൻ എല്ലാ ഭാഗത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ ആരംഭിച്ച അവരുടെ കൗണ്ടർ ഒഫൻസീവ് അട്ടർ ഫ്ലോപ്പ് ആണെന്ന് പറയാം. ഇങ്ങനെ ഒരു ഭാഗത്ത് ഉക്രൈൻ പരാജയപ്പെട്ടുകൊണ്ടിരുന്നാലും അവിടെയുള്ള നിരവധി ജനങ്ങൾ റഷ്യക്ക് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിലും ഉക്രൈന് എതിരായി, സെലൻസ്കിക്ക് എതിരായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്ഥലം പോയാലും കുഴപ്പമില്ല, ബാക്കി ഭാഗം നമുക്ക് സംരക്ഷിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ച അത്യാവശ്യമാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അതെങ്ങനെ ഉക്രൈന്റെ ടെറിട്ടറി റഷ്യക്ക് കൊടുക്കും? ശരിക്കും റഷ്യ പിടിച്ചെടുത്ത 4 റീജിയൻസിലും ഉള്ളത് പ്രോ റഷ്യൻസ് ആണ്, അധികമായിട്ടുള്ളത് പ്രോ റഷ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും പ്രശ്നമാണ്. ഇതുവരെ ഒരു സമാധാനം എന്നത് ഉണ്ടായിട്ടില്ല. ഇത് കാരണമായി വെച്ച് സെലൻസ്കിക്കെതിരെ സംസാരിക്കുന്നവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ആ 4 റീജിയൻസിനുള്ളവർ പ്രോ റഷ്യൻസ് ആണ്. അങ്ങനെ ആ 4 റീജിയൻ വിട്ടുകൊടുത്തെങ്കിൽ ബാക്കി ഭാഗമെങ്കിലും നമുക്ക് സംരക്ഷിക്കാം. കൗണ്ടർ ഒഫൻസീവ് ഫെയിലിയർ ആയി. ഇനി റഷ്യ നടത്തുന്ന ആക്രമണം വീര്യം കൂടിയതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, റഷ്യ അവരുടെ ഡ്രോൺസിൽ തെർമോബാറിക് വാർഹെഡ് ഇൻഡക്ട് ചെയ്യാൻ ആരംഭിച്ചു. ഇത് ഇൻഡക്ട് ചെയ്ത് ഉക്രൈനിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഉക്രൈൻ പ്രതീക്ഷിക്കാത്ത അത്രയും നാശനഷ്ടങ്ങൾ ഉക്രൈനിൽ ഏർപ്പെടുത്താൻ പറ്റും. സോ ഇത് ഉക്രൈന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഉക്രൈൻ തന്നെ ഒരു സമാധാന ചർച്ച നടത്താൻ തയ്യാറാകണമെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയാൻ ആരംഭിച്ചു. ഇത് മാത്രമാണോ സെലൻസ്കിയുടെ പ്രൊഫൈൽ ഡാമേജ് ആകാൻ കാരണമെന്ന് ചോദിച്ചാൽ, സെലൻസ്കിക്കെതിരെയും അദ്ദേഹത്തിന് കീഴിലുള്ള നിരവധി ഭരണ നേതാക്കൾക്കെതിരെയും നിരവധി ആരോപണങ്ങളുണ്ട്. അഴിമതി ആരോപണങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. മാത്രമല്ല റഷ്യക്ക് ആവശ്യമായ സ്പെയർ പാർട്സ് ഉക്രൈനിൽ നിന്നും തന്നെ പോകുന്നുണ്ട് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ സെലൻസ്കിക്ക് എതിരായി മാറാനുള്ള ഒരു കാരണമാണ്. ഓൾറെഡി അദ്ദേഹത്തിന്റെ, സെലൻസ്കിയുടെ ഈഗോ കാരണം റഷ്യ ഒരു സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പോലും അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും വിശ്വസിച്ചാണ് അവസാന ഘട്ടത്തിൽ എത്തേണ്ടിയിരുന്ന സമാധാന ചർച്ചയിൽ നിന്നും വീണ്ടും യുദ്ധം ചെയ്യാൻ ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും ഉക്രൈനെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സഹായിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എപ്പോൾ ഇസ്രയേൽ ഹമാസ് പ്രശ്നം വന്നോ അപ്പോൾ മുതൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രദ്ധ റഷ്യ ഉക്രൈനിൽ നിന്നും ഇസ്രയേൽ ഹമാസിലേക്ക് മാറി. ഇപ്പോൾ ഉക്രൈനെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ തന്നെ വളരെ കുറവാണ്. ഇപ്പോഴും ഉക്രൈനിൽ ആക്രമണം നടക്കുന്നുണ്ട്, ഉക്രൈനും ആക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ അതിന്റെ വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വരുന്നത് വളരെ കുറവാണ്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രദ്ധ ഇപ്പോഴുള്ളത് ഇസ്രയേലിലാണ്. എന്തിനു പറയുന്നു, ഉക്രൈനിലേക്ക് പോകേണ്ടിയിരുന്ന ആയുധങ്ങൾ വരെ ഇപ്പോൾ ഇസ്രയേലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ ഒഴിവാക്കുമെന്ന് ഉക്രൈൻ ജനങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഇത് സെലൻസ്കിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈഗോ സമാധാന ചർച്ചയ്ക്ക് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. എത്രയും പെട്ടെന്ന് റഷ്യയുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് ഉക്രൈൻ പോകുന്നോ അത്രയും പെട്ടെന്ന് ഉക്രൈനെ സംരക്ഷിക്കാം, അവിടുത്തെ ജനങ്ങളെയും രക്ഷപ്പെടുത്താം. നോക്കാം ഇനിയും എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരുന്നത് എന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.